വൈകുന്നേരം നന്ദുവും ഓമും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഓം ഡ്രൈവിങ്ങിലാണ്. നന്ദു അവനെ ശ്രദ്ധിക്കാതെ മുഖം വീർപ്പിച്ചു പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അവളുടെ ആ ഇരിപ്പ് കണ്ടതും ഓമിന് ചിരിയും വരുന്നുണ്ട്. നേരത്തെ താൻ ചോക്കെറിഞ്ഞതിലുള്ള പരിഭവമാണതെന്ന് കരുതിയവൻ ഓരോന്ന് പറഞ്ഞ് അവളെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവൾ ഒന്നും മിണ്ടുന്നില്ല. ചെറിയൊരു ചോക്കിൻ്റെ കഷ്ണം എറിഞ്ഞതിനാണോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? ലാസ്റ്റ് ടൈമിൽ സ്വപ്നം കണ്ട അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഇനിയിപ്പോൾ നിനക്കത് വിഷമമായെങ്കിൽ സോറി. അത് മാത്രമല്ല എൻ്റെ പ്രശ്നം. നന്ദു അവന് നേരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഓം നെറ്റ് ചുളിച്ചു. അത് പിന്നെ സാറിന്ന് ആ പല്ലവിക്ക് ചോക്ലേറ്റ് കൊടുത്തോ? നന്ദുവിൻ്റെ ചോദ്യം കേട്ടതും ഇവളിതെങ്ങനെ അറിഞ്ഞു എന്ന പോലെ ഓം അവളെ നോക്കി. അല്ല, നിന്നോട് ആരാ ഇക്കാര്യം പറഞ്ഞത്? ഓമിൽ നിന്നും മറു ചോദ്യം ഉയർന്നു. കൊടുത്തോ ഇല്ലയോ അത് പറ. കൊടുത്തു. അത് ശരി, അപ്പോൾ സംഭവം നേരാണല്ലേ. അവൾക്ക് ചോക്ലേറ്റ് കൊടുക്കാനേ സിദ്ധുവേട്ടനുണ്ട്. സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനാണ് ചോക്ലേറ്റ് കൊടുത്തത്, അല്ലാതെ നിൻ്റെ സിദ്ധുവേട്ടൻ്റെ ഭാര്യയ്ക്കല്ല. ഓ, അവൾ മാത്രമാണല്ലോ സാറിൻ്റെ സ്റ്റുഡൻറ്റ്. ഞാനതറിഞ്ഞില്ല. നന്ദന, എന്താ നിൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം അവളാ. എനിക്കിഷ്ടമല്ല അവളെ. അതെന്താ ഇഷ്ടമില്ലാത്തത്? നിന്നവൾ എന്തെങ്കിലും ചെയ്തോ? ഓമിൻ്റെ ചോദ്യത്തിന് നന്ദുവിന് മറുപടി ഇല്ലായിരുന്നു. എന്തേ, നിനക്ക് മറുപടിയില്ലേ? ഉണ്ടാവില്ല, കാരണം അവൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നീയാണല്ലോ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഞാനെന്ത് ചെയ്തു എന്നാ? അത് നീ സ്വയം ചോദിച്ചു നോക്ക്. കൊല്ലാൻ വരെ നോക്കിയില്ലേ. ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് കരുതരുത്. ഓമിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഓമിൻ്റെ പറച്ചിൽ കേട്ട നന്ദു ഒന്ന് പതറി. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അവനിൽ നിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതൊക്കെയും അവൻ എങ്ങനെ അറിഞ്ഞു എന്നവൾ ചിന്തിക്കുകയായിരുന്നു. നന്ദന, നിന്റെ മുഖത്തെ ഈ ഭയം, അതിൽ നിന്നും എനിക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇന്നത്തോടെ നിർത്തിക്കോണം അത്. ഇല്ലെങ്കിലേ നിർത്തിപ്പിക്കാൻ എനിക്കും അറിയാം. ഓമിൻ്റെ വാക്കുകൾ കേട്ട് നന്ദു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾക്ക് വേണ്ടി എന്നോട് പകരം ചോദിക്കാൻ വേണ്ടിയായിരുന്നോ ഈ വിവാഹം? ആണെന്ന് കൂട്ടിക്കോ, ഓം മറുപടി പറഞ്ഞു. അത് ശരി, അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? വിട്ടില്ല ഞാൻ. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ടതും ഓമിൻ്റെ കാൽ ബ്രേക്കിൽ അമർന്നു. അവൻ അവളെ തുറച്ചു നോക്കി വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി. അവൻ്റെ കരങ്ങൾ അവളുടെ കൈത്തണ്ടയിൽ ശക്തമായി മുറുകി. അവൾ വിടുവിക്കാൻ ആവതും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്കൊന്ന് അനങ്ങാൻ പോലും ആയില്ല. അവൻ്റെ കണ്ണിൽ അഗ്നി കണ്ടതും അവളിൽ ഭയം നിറഞ്ഞു. ദേ, അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായി നിന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടും. പിന്നെ ദേ, ഇയാൾ കൂടുതൽ ഷോ നിറക്കണ്ട. നമ്മളിപ്പോൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ. വെറുമൊരു കോൺട്രാക്റ്റ് മാരേജാണ് നടന്നത്. ഇനിയും ഈ കോൺട്രാക്റ്റ് തുടരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. അവൻ്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് അവൾ പറഞ്ഞു. തരാൻ സൗകര്യമില്ലെങ്കിലോ? എന്താ? നന്ദു പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. തൽക്കാലം ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും. നിങ്ങൾ ചതിയനാ, നോക്കിക്കോ. ഞാനെല്ലാം എൻ്റെ വീട്ടുകാരോട് പറയും. നന്ദു പറയുന്നത് കേട്ടതുമോ അവളുടെ കൈ പിടിച്ചു വലിച്ചു തന്നോട് അടുപ്പിച്ചു. അവളുടെ അരയിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ശരിക്കും ഭയന്നു പോയിരുന്നു. നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടി വന്നു. മോൾ എന്താ പറഞ്ഞത്? അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ ഉടലാകെ വിറച്ചു. ഞാൻ എല്ലാവരോടും പറയൂന്ന് അവൾ വിക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. എന്ത് പറയൂന്ന്? അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ട്. അതവളെ കൂടുതൽ തളർത്തി. അവൾ മറുപടി പറയാതെ അവനിൽ നിന്നും കുതറി മാറാൻ നോക്കി. ദേ, അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്ന പോലെ നിന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ. അവളെ മൊത്തത്തിലൊന്ന് ഉഴിഞ്ഞുകൊണ്ടവൻ പറഞ്ഞതും അവളിലെ ഭയം ഇരട്ടിച്ചു. നിനക്കറിയോ, ഞാനൊരു അധ്യാപകൻ മാത്രമല്ല, ഒരു ഗുണ്ട കൂടിയാ. 2 കൊലപാതകം ചെയ്ത് പുഷ്പം പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ചെയ്യാൻ എനിക്കൊരു മടിയില്ല. ഓം അവളെ പേടിപ്പിക്കാൻ ചുമ്മാ തട്ടിവിട്ടു. ഇത്തവണ നന്ദു ശരിക്കും പേടിച്ചു.
അവളുടെ അന്നേരത്തെ മുഖഭാവം കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. ചിരി കടിച്ചു പിടിച്ചു. അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. താക്കീത് പോലെ അവൻ പറഞ്ഞതും മനസ്സിലായി എന്ന മട്ടിൽ അവൾ തലയനക്കി. ഇനി നിനക്ക് ഡിവോഴ്സ് വേണോ? അവൻ ചോദിച്ചു. അവൾ വേണ്ടെന്ന പോലെ തലയനക്കി. പിന്നെന്താ നിനക്ക് വേണ്ടത്? ഇതാണോ? കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നും ചോക്ലേറ്റിൻ്റെ വലിയൊരു ബാർ എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഇതിനു വേണ്ടിയല്ലേ നീ എന്നോട് വഴക്കുണ്ടാക്കിയത്? ദാ പിടിക്ക്. എനിക്ക് വേണ്ട, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വാങ്ങിക്കാൻ അവൻ അല്പം കനപ്പിച്ചു പറഞ്ഞതും യാന്ത്രികമായി അവളുടെ കൈ ചോക്ലേറ്റിലേക്ക് നീണ്ടു. കഴിക്കാൻ അവൻ്റെ സ്വരം ഒന്നുകൂടെ കനത്തു. അടുത്ത നിമിഷം അവൾ ആ ചോക്ലേറ്റ് പൊട്ടിച്ചു കഴിക്കാൻ തുടങ്ങി. ഗുഡ് ഗേൾ എന്നും പറഞ്ഞ് അവളുടെ കവളിൽ തട്ടി അവൻ വണ്ടി മുന്നോട്ടെടുത്തു. സമയം വൈകുന്നേരം 6:30 കഴിഞ്ഞു. സിദ്ധുവിൻ്റെ വണ്ടി പവിയുടെ വീടിന് മുന്നിൽ നിർത്തിയതും പവിയുടെ അമ്മയും അമ്മാവനും അമ്മായും ചില്ലുവും അവരെ സ്വീകരിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ പവി സന്തോഷത്തോടെ തുള്ളിച്ചാടി എല്ലാവരെയും കെട്ടിപ്പിടിച്ചു സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. സിദ്ധുവിന് അന്നേരം എല്ലാവരും മറന്നുപോയിരുന്നു. ഇവളുടെ സന്തോഷപ്രകടനം കണ്ടാതൊന്നും ജയിലിൽ നിന്നും ജീവപര്യന്തം കഴിഞ്ഞ് വരികയാണെന്ന്. ഇന്നലെ പോയതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ എന്നെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലല്ലോ ഈശ്വര. എനിക്ക് പിന്നെ വല്ലാത്ത തൊലിക്കെട്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല മലങ്ങോടനായിരുന്നെങ്കിൽ ആ പാവത്തിന് ഈഗോ അടിക്കില്ലായിരുന്നു. സ്വയമേ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു കാറിൽ നിന്നും കവറെടുത്ത് അകത്തേക്ക് നടന്നു. വന്ന കാലിൽ നിൽക്കാതെ മോനകത്തേക്ക് വാ എന്നൊരു ക്ലീശേ ഡയലോഗ് അടിച്ച് അമ്മാവൻ അവനെ അകത്തേക്ക് സ്വീകരിച്ചു. അപ്പോഴേക്കും അമ്മയുടെയും മകളുടെയും കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും ഒക്കെയും കഴിഞ്ഞിരുന്നു. അതിൽ നിന്നും ഒരെണ്ണം എനിക്ക് തന്നൂടായിരുന്നു കുരിപ്പേ. അമ്മയ്ക്ക് അവൾ കൊടുത്ത ഉമ്മയെക്കുറിച്ചാണ് സിദ്ധു ഉദ്ദേശിച്ചത്. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ സ്വയം ഓരോന്ന് പറഞ്ഞ് സിദ്ധു അമ്മയ്ക്കൊരു പുഞ്ചിരി കൈമാറി. അമ്മയും അമ്മായും പിന്നെ അങ്ങോട്ട് അവനെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. അത് കണ്ടതും പവി സിദ്ധുവിന് നേരെ ടൺ കണക്കിന് പുച്ഛം വാരി വിതറി ചില്ലുവിൻ്റെ കൂടെ പോയി. എല്ലാവരും ഒരുമിച്ചുള്ള ചായ കുടിയൊക്കെ കഴിഞ്ഞു. വേഷം മാറാനായി സിദ്ധുവും പവിയും മുറിയിലേക്ക് ചെന്നു. പവി താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും സിദ്ധുവിന് മാറിയിടാനുള്ള ട്രാക്ക് പാൻറ്റും ടീഷർട്ടും നൽകി. ശേഷം അവൾ തൻ്റെ വാർഡ്രോബ് തുറന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റ് സ്യൂട്ട് എടുത്ത് ധരിച്ചു. അതിനിടയിലാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത്. ഡിസ്പ്ലേയിൽ ചില്ലെന്ന് തെളിഞ്ഞു. പവി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. എന്താടി? പവി ഒഴുക്കം മട്ടിൽ ചോദിച്ചു. പവി, എടി ഞാനിവിടെ കുളക്കടവിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചില്ലു കരയാൻ തുടങ്ങി. ചില്ലു, നീ കരയാതെ കാര്യം പറ. എന്താ നിനക്ക് പറ്റിയേ? നീ ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒറ്റയ്ക്ക് വരണ്ട, സിദ്ധുവേട്ടനെയും കൂട്ടിക്കോ. പെട്ടെന്ന് വരണേ, ഇല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ. അത്രയും പറഞ്ഞ ചില്ലു പിന്നെയും കരഞ്ഞു. പവി എന്തെങ്കിലും ചോദിക്കും മുൻപ് കോൾ കട്ടായിരുന്നു. സിദ്ധു, നീ ഒന്ന് വന്നേ. പവി സിദ്ധുവിൻ്റെ കൈയും പിടിച്ച് മുറിയിൽ നിന്നിറങ്ങി. സ്റ്റെയർ ഇറങ്ങുന്നതിനിടയിൽ സിദ്ധു കാര്യം തിരക്കുന്നുണ്ടായിരുന്നു. ആരും കാണാതെ പവി സിദ്ധുവിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അതിനിടയിൽ പവി ചില്ലു വിളിച്ച കാര്യം പറഞ്ഞു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുവരും കുളക്കടവ് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അസമയത്ത് ഒരു പെൺകുട്ടി എന്തിനൊറ്റയ്ക്ക് കുളക്കടവിൽ ചെന്നു? സംശയിക്കേണ്ടിയിരിക്കുന്നു. സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പവിക്ക് ചൊറിഞ്ഞു വന്നു. അവിടെ നിന്ന് ക്യൂൻ കളിക്കാതൊന്നും വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പവി മുന്നോട്ട് നടന്നു. പവി കുളക്കടവിൻ്റെ വാതിൽ തുറന്നു. പിന്നാലെ തന്നെ സിദ്ധു ഉണ്ട്. ഇരുവരും ഒരുമിച്ച് അകത്ത് കയറി. ചുറ്റിലും ഇരുട്ടു മാത്രം, ഒപ്പം രാത്രിയുടെ നിശബ്ദതയും. ചില്ലു, പവി ഉറക്കെ വിളിച്ചു. എവിടെയാ നീ? പവി ചോദിച്ചു. ചില്ലുവിൽ നിന്നും മറുപടിയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കുളക്കടവിൻ്റെ ഡോർ കൊട്ടിയടയുന്ന ശബ്ദം കേട്ടു. ഇരുവരും ഞെട്ടലോടെ ചേർന്ന് നിന്നു. പവിയുടെ കൈ സിദ്ധുവിൻ്റെ കൈത്തണ്ടയിൽ മുറുകി. ചില്ലു, ഭയം കലർന്ന സ്വരത്തിൽ പവി വിളിച്ചു. ആ നിമിഷം എവിടെ നിന്നോ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി, ഒപ്പം ഒരു നിലവിളിയും. പക്ഷേ അവിടെ എങ്ങും ആരും ഇല്ലായിരുന്നു. എടി, എന്തുവാടി ഇത്? മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനായി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന്? എവിടെ അവള്? ചിലങ്ക, സിദ്ധു വിറയാർന്ന സ്വരത്തിൽ പറയുന്നുണ്ട്. അവള് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്നിട്ട് എവിടെ? ആവിയായിപ്പോയാ? അടുത്ത നിമിഷം അവിടം ഒരു പ്രേതഗാനം ഉയർന്നു. ഗാനം മറ്റൊന്നുമല്ലായിരുന്നു, പ്രേതങ്ങളുടെ ദേശീയഗാനം തന്നെ. ഒപ്പം ചിലങ്കയുടെ ശബ്ദവും. ഇതിപ്പോൾ ഏത് ചിലങ്കയുടെ ശബ്ദം എന്നല്ലേ
ചില്ലുവിൻ്റെ അല്ല, ഒറിജിനൽ ചിലങ്കയിട്ട് ആടുന്ന ശബ്ദം. എല്ലാം കഴിഞ്ഞു ഭയാനകമായ ഒച്ചയും. രണ്ടുപേരും ശരിക്കും പേടിച്ചു. സിധു തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റും നോക്കി. പേടിയോടെ അവനെ തൊട്ടുരുമ്മിക്കൊണ്ട് പവിയുണ്ട്. പവി വാ, നമുക്ക് പോവാം, സിധു പവിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിധു, അപ്പോൾ അവള് ചില്ലു അല്ല, മല്ലു, നീ ഒന്ന് വന്നേ. സിധു തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അതിനിടയിലാണ് സിധു അത് ശ്രദ്ധിക്കുന്നത്. കുളവും കുളത്തിലേക്ക് ഇറങ്ങുന്ന നീണ്ട പടവുകളും. ഒരു നിമിഷം സിധുവിൻ്റെ മനസ്സിലൂടെ അന്ന് കണ്ട സ്വപ്നം കടന്നുപോയി. ഇതുപോലൊരു കുളക്കടവിൽ വെച്ചല്ലേ അന്ന് ഇവള് എൻ്റെ കഴുത്ത് കടിച്ച് മുറിച്ചേ? അപ്പോൾ എന്നെ ഇവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതിനായിരുന്നോ? സിധു ഭയത്തോടെയും സംശയത്തോടെയും പവിയെ നോക്കി. തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്ന സിധുവിനെ കണ്ട് പവിയുടെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പവി ചോദിച്ചു. ആരാ നീ? സിധുവിൻ്റെ ചോദ്യം കേട്ട് പവിയുടെ കണ്ണുകൾ ചുരുങ്ങി. എന്തോന്ന്? സത്യം പറ, നീ തഞ്ചാവൂരിൽ നിന്ന് വന്ന നൃത്തക്കാരിയല്ലേ? നീയല്ലേ ഇതിന് പിന്നിൽ? എന്താ നിൻ്റെ ഉദ്ദേശം? രക്തമാണോ നിനക്ക് വേണ്ടേ? എന്നാ നിനക്ക് വേണ്ട രക്തമല്ല എൻ്റേത്, വേറെ ഗ്രൂപ്പാ. സിധു ഓരോന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താടാ വയ്യേ? മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ. ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ അതെ ഞാൻ ഈ കുളത്തിലേക്ക് പിടിച്ച് തള്ളു. നീ ചില്ലുവിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചേ, പവി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ഒന്നുകൂടെ സംശയത്തോടെ നോക്കിക്കൊണ്ട് സിധു തൻ്റെ ഫോണിൽ നിന്നും ചില്ലുവിന് വിളിക്കാൻ നേരത്താണ് പിറകിൽ നിന്നും ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരോ സിധുവിനെ തോണ്ടുന്നത്. ചുണ്ണാമ്പില്ല, ചൂയും കൊണ്ടെന്ന് തിരിഞ്ഞു നോക്കാതെ അവൻ മറുപടി പറഞ്ഞു. പിന്നീടാണ് ചുണ്ണാമ്പുണ്ടോ എന്നുള്ളത് പ്രേതങ്ങളുടെ ക്ലീഷേ ഡയലോഗാണെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കുന്നത്. കൂടെ പവിയും നോക്കി. ഇരുട്ടിൻ്റെ മറവിൽ നിന്നും വെള്ള വസ്ത്രധാരിയായ ഒരു രൂപം തെളിഞ്ഞു വന്നു. അവളുടെ നീണ്ട പല്ലുകളും രക്തമൊഴുകുന്ന കണ്ണും. ഒരു നിലവിളിയോടെ പിന്നിലേക്ക് ചുവടുകൾ വെച്ച സിധു കാല് തന്നെ കുളത്തിലേക്ക് വീണു. കൂട്ടത്തിൽ പവിയെയും കൂടി അവൻ മുറുക്കി പിടിച്ചിരുന്നു. രണ്ടും കൂടി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു. ശേഷം ഉയർന്നു പൊങ്ങി. ആ നിമിഷം അവിടെ മുഴുവൻ വെളിച്ചം പരന്നു. തങ്ങൾക്ക് ചുറ്റിലും നിൽക്കുന്നവരുടെ മുഖത്തെ ചിരിയും സർപ്രൈസ് എന്ന വാചകവും കേട്ട് സിധു അവരെയൊക്കെ നോക്കി പല്ലിറുമ്മി. സിധുവിൻ്റെ ഫ്രണ്ട്സും പവിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. ഇതൊക്കെയും അവരുടെ പണിയായിരുന്നെന്ന് അപ്പോഴാണ് ഇരുവർക്കും മനസ്സിലായത്. ഇതൊരുമാതിരി മറ്റേടത്തെ സർപ്രൈസ് ആയിപ്പോയി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ അങ്ങ് തെക്കോട്ടെടുക്കായിരുന്നു, മുഖം അമർത്തി തുടച്ചുകൊണ്ട് സിധു പറഞ്ഞു. രണ്ടും ശരിക്കും പേടിച്ചൂല്ലേ എന്നും പറഞ്ഞു എല്ലാം ഉറക്കെ ചിരിക്കുന്നുണ്ട്. പവി ദേഷ്യത്തോടെ ചില്ലുവിനെ നോക്കി. ചില്ലു ഒന്ന് ഇളിച്ച് കാണിച്ചു ഷാനുവിൻ്റെ പിന്നിലൊളിച്ചു. പവിയും സിധുവും ഡ്രസ്സ് മാറാൻ വേണ്ടി വീട്ടിലോട് തിരിച്ചു. പവിയും സിധുവും ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തിരിച്ചു വന്നു. തൻ്റെ കൂട്ടുകാരൊരുക്കിയ പാർട്ടി കണ്ട് പവിയുടെ കണ്ണുകൾ വിടർന്നു. ഒരുമിച്ച് ഡിന്നർ കഴിച്ചു പിന്നീട് എല്ലാവരും പിരിഞ്ഞു. ക്ഷീണത്തിൽ പവിയും സിധുവും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. തലേ ദിവസത്തെ പോലെ ഇരുവരും ബെഡിൽ ഇരുവശങ്ങളിലായി ഉറങ്ങി നേരം വെളുപ്പിച്ചു. ശനിയാഴ്ച ആയതിനാൽ പിറ്റേന്ന് കോളേജ് അവധിയായിരുന്നു. വൈകുന്നേരം തിരിച്ചു വന്നാൽ മതി. സിധുവിൻ്റെ വീട്ടിൽ നിന്നും അനുവാദം കിട്ടിയിരുന്നു. പവിയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവരുടെ വീടിന് തൊട്ടരികിലുള്ള ദേവീക്ഷേത്രത്തിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് പവിയും സിധുവും. സാരി ആയിരുന്നു പവിയുടെ വേഷം, മുണ്ടും ഷർട്ടായിരുന്നു സിധു ധരിച്ചത്. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആരെയോ കോൾ ചെയ്ത് മുറിയിലേക്ക് തിരികെ വന്ന സിധു കാണുന്നത് സാരി ഉടുത്തി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന പവിയാണ്. ആ കാഴ്ച കണ്ടതും സിധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ, അമ്പടി ചിഞ്ചിൻ ചാങ്കടി എന്നും പറഞ്ഞു ചെറുചിരിയാലെ അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ സാരിയുടെ മുന്താണിയുടെ പിന്നഴിച്ചു ശരിക്കും കുത്തുന്നുണ്ട്. കൈ പൊക്കിയതുകൊണ്ട് സാരി പൊങ്ങി വയറും ആഴമുള്ള ഭംഗിയേറിയ നാവിച്ചുഴിയും കാണുന്നുണ്ട്. ആ കാഴ്ച അവൻ കണ്ണാടി കൂടി നോക്കി നിന്നു. സിധു അവളുടെ വയറിൽ കൈവച്ചതും അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു. അവൾ അവനെ തള്ളി മാറ്റാനൊരുങ്ങവേ അവൻ്റെ കൈ അവളുടെ ഇടത് മൃദുലതയിൽ അമർന്നു. വിരലുകൾ കൊണ്ട് അതിൻ്റെ അഗ്രഭാഗം ഒഴിഞ്ഞു. അവൻ തൻ്റെ കൈയാലെ അവിടം കുസൃതി കാട്ടിക്കൊണ്ടേയിരുന്നു. അവളിൽ നിന്നും ഒരു ഏങ്ങലുയർന്നു. അവൻ അവളുടെ ചെവിയിൽ ചെറുതായി കടിച്ചു. എതിർക്കാനാവാതെ അവൾ അവൻ്റെ മുന്നിൽ നിന്ന് വിയർത്തു. മാറിൽ നിന്നും സാരിത്തല പുതിർന്നു വീണു. ഞൊടിയിടയിൽ അവൻ അവളെ തിരിച്ചു നിർത്തി. ഇറക്കി വെട്ടിയ ബ്ലൗസിൽ കൂടി കാണുന്ന ക്ലീവേജ്. അവൻ്റെ കണ്ണുകൾ അവിടം ചെന്നുടക്കി. അവൻ്റെ ആ നോട്ടം കാണവേ അവളിൽ നാണവും ചമ്മലും നിറഞ്ഞു.
പരൽ മീനിനെ പോലെ പിടയ്ക്കുന്ന അവളുടെ മിഴികൾ. അവൻ ആ കണ്ണിലേക്ക് നോക്കിയിരുന്നു. ഒരു നിമിഷം പവിയുടെ കണ്ണുകളും സിദ്ധുവിൻ്റെ കണ്ണുകളെ തേടിയെത്തി. അവൻ്റെ കണ്ണിലെ പ്രണയവും കുറുമ്പും അവളെ വിവശയാക്കി. അവൻ ഇരുമാറും ഞരടിയതും പവിയുടെ കൈ അവൻ്റെ മുടിയിലേക്ക് നൂണ്ട് കയറി. പവി, കഴിഞ്ഞില്ലേ? താഴെ നിന്നുള്ള ചില്ലുവിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും അകന്നു മാറി. സ്വബോധത്തിലേക്ക് വന്ന പവി തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ബ്ലൗസിൻ്റെ ആദ്യ ഹുക്ക് അഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഞാനിട്ട് തരാം എന്നും പറഞ്ഞവൻ ഹുക്കിടാൻ ഒരുങ്ങി. വേണ്ടെന്ന് പറഞ്ഞവൾ തടയാൻ നോക്കി. അവനത് ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഹുക്ക് നേരെ നിൽക്കാത്തതുകൊണ്ട് അവനത് പല്ലുകൊണ്ട് കടിച്ചു മുറുക്കി. അവൻ്റെ പ്രവൃത്തിയിൽ പവിയിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ നേരത്താണ് ചില്ലു വാതിക്കലിൽ കൃത്യമായി എത്തുന്നത്. പവിയുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവിടം ചുംബിക്കുന്ന സിദ്ധു. അങ്ങനെയാണ് ചില്ലു കരുതിയത്. അകത്തേക്ക് ചെല്ലണോ പുറത്തേക്ക് പോകണോ എന്നറിയാതെ ചില്ലു വാതിക്കൽ സ്തംഭിച്ചു നിന്നു. ചില്ലുവിനെ കണ്ടതും പവി ഒരുതരം ഞെട്ടലോടെ സിദ്ധുവിനെ തള്ളി മാറ്റി സാരി തലപ്പെടുത്ത് തൻ്റെ മാറ് മറച്ചു. അത് പിന്നെ ഞാൻ ഹുക്ക് എന്നും പറഞ്ഞ് പരങ്ങുന്ന സിദ്ധുവിനെ കണ്ടതും ചില്ലുവിന് ചിരിയാണ് വന്നത്. ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചില്ലു തിരിഞ്ഞു നടന്നു. എടോ, സത്യമായിട്ട് ഞാൻ ഹുക്കിട്ട് കൊടുത്തതാ, സിദ്ധു പിറകിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി ഹുക്കിടുമ്പോൾ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യണേ എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് സിദ്ധു ചെറുതായി ഒന്ന് ചമ്മി. ചില്ലു പോയതും സിദ്ധു പവിയെ നോക്കി. അവളാണെങ്കിൽ അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതിയ സിദ്ധു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നു. ഇരുവരും അമ്പലത്തിലേക്ക് പോകാനൊരുങ്ങി. നടക്കുന്ന ദൂരമായതുകൊണ്ട് ഇരുവരും നടന്നുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിലേക്ക് എത്താൻ 2 വഴികളുണ്ട്. വലത്തോട്ട് തിരിഞ്ഞാൽ നല്ല ടാറിട്ട റോഡാണ്. അതിലൂടെ പോയാൽ കുറച്ചധികം നടക്കണം. ഇടത്തോട്ട് തിരിഞ്ഞാൽ പാടവരമ്പത്തൂടെ പോവാം. ദൂരവും കുറവാണ്. പക്ഷെ ആ വഴി മുഴുവനും നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. പലരെയും ആക്രമിച്ചിട്ടുണ്ട്. കൂടാതെ വരമ്പത്ത് പലതവണ പാമ്പിനെയും കണ്ടിട്ടുണ്ട്. സിദ്ധുവിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി അവൾ വലത്തോട്ട് തിരിയാതെ മനഃപൂർവ്വം ഇടത്തോട്ട് തിരിഞ്ഞു. അതെന്താ അതുവഴി പോവാത്തത് എന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് പവി മുഖത്തൊരു ചിരി വരുത്തി. അതുവഴി പോയാലേ ഒരുപാട് നടക്കണമെന്നേ. സിദ്ധുവിന് കാല് വേദനിക്കില്ലേ? എന്നാൽ പിന്നെ വണ്ടി എടുക്കായിരുന്നില്ലേ? സിദ്ധു മറുപടി പറഞ്ഞു. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ കഥകളൊക്കെയും പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാന്നേ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യും പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. അവളുടെ പ്രവൃത്തിയിൽ സിദ്ധുവിന് ചെറുതായി സംശയം തോന്നി. അവൻ അവളെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞെത്തുന്നത് കവുങ്ങിൻ തോപ്പിലേക്കാണ്. ഇരു സൈഡിലുള്ള കവുങ്ങിൻ തോപ്പിന് നടുവിലൂടെയുള്ള ഇടവഴിയിലൂടെ ഇരുവരും മുന്നോട്ട് നടക്കുന്നുണ്ട്. കവുങ്ങിൻ തോപ്പ് ചെന്നെത്തുന്നത് പാടവരമ്പിലേക്കാണ്. സിദ്ധു കാഴ്ചകളൊക്കെയും ആസ്വദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിറയെ പട്ടികളാണല്ലോ. ഇതിപ്പോൾ ആവശ്യത്തിന് ഒരു പട്ടി പോലും കാണുന്നില്ലല്ലോ. ആത്മകഥം പറഞ്ഞുകൊണ്ട് പവി മുന്നോട്ട് നടന്നു. മൂർഖം പോയിട്ടൊരു നീർക്കോലി പോലും ഇല്ലല്ലോ ഈശ്വര. വെറുതെ ആശിച്ചു പവി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് എവിടെ നിന്നും ഒരു പട്ടി അവരുടെ മുന്നിലേക്ക് ചാടി വന്നത്. പട്ടിയെ കണ്ടതും ഇനി സിദ്ധുവിൻ്റെ കാര്യം പട്ടി നോക്കിക്കോളും എന്ന് കരുതി പവി അവനെ അവിടെ വിട്ടിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. പട്ടിയെയും പവിയുടെ ഓട്ടവും സിദ്ധു മാറി മാറി നോക്കി. എടി ഓടല്ലേ, എന്നെയും കൊണ്ടുപോ, സിദ്ധു പിറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ആ പട്ടി അപകടകാരിയാ, വേണേ ഓടിക്കോ, പവി വിളിച്ചു പറഞ്ഞു. ദുഷ്ട, സിദ്ധു പിറുപിറുത്തു. എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ച് സിദ്ധു ഒരുവിധം പട്ടിയെ ഓടിച്ചു വിട്ടു. ശേഷം അവൾക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. വരമ്പിലൂടെ ഓടുന്ന പവിയെ വിദൂരത്തിലൂടെ സിദ്ധു കാണുന്നുണ്ടായിരുന്നു. വരമ്പിൻ്റെ ഇരുവശത്തും കൊയ്യാറായ നെൽക്കതിരുകൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ടർഫിലും ഗ്രൗണ്ടിലും മാത്രമല്ല, പാടത്തും വരമ്പിലും ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് പരിചയമുള്ള സിദ്ധുവിന് ആ വഴിയിലൂടെ പോവുക പ്രയാസമേ അല്ലായിരുന്നു. സിദ്ധുവിന് ഈ വഴിയൊന്നും പരിചയം കാണില്ല എന്ന ചിന്തയിൽ പവി ഓടുന്നുണ്ട്. അതിനിടയിലാണ് പിന്നിൽ ആരുടെയോ കാലച്ചുകൾ കേൾക്കുന്നത്. അവൾ തിരിഞ്ഞു നോക്കിയതും തൻ്റെ അരികിലേക്ക് അവൻ എത്തിയിരുന്നു. ദേവി, നെഞ്ചിൽ കൈവച്ചുകൊണ്ടവൾ ഓട്ടത്തിൻ്റെ വേഗത കൂട്ടി. അതിനിടയിൽ ചെരുപ്പൊന്ന് ചെരിഞ്ഞവൾ തൊട്ടരികിലെ കണ്ടത്തിലേക്ക് വീഴുകയായിരുന്നു. അവളുടെ വീഴ്ച കണ്ടതും സിദ്ധു ഉറക്കെ ചിരിച്ചു.